റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത മദ്രസ വാർഷിക പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പരീക്ഷയിൽ ചോദ്യങ്ങളൊക്കെ എങ്ങനെ വരും, അതൊക്കെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി മോഡൽ ചോദ്യപേപ്പറുകൾ നമ്മൾ വിശകലനം ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ളൊരു വീഡിയോ ആണിത്. ഈ വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സും ഏകദേശം 1000-ഓളം വീഡിയോകളും അടങ്ങിയ ഒരു ചാനലാണ് നമ്മുടേത്. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ചാനലാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിരവധി ചോദ്യപേപ്പറുകൾ അടങ്ങിയ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താം. ഈ വീഡിയോയിൽ 3-ാം ക്ലാസ്സിലെ അഖീദ എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ ആദ്യമായിട്ട് വന്നിട്ടുള്ളത് യോജിച്ചവ ചേർക്കാം എന്നാണ്. താഴെ ഒരു 5 ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഇവിടെ ബ്രാക്കറ്റിൽ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ചോദ്യങ്ങൾ വായിച്ചു നോക്കുക, ഉത്തരങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി ഓരോ ചോദ്യങ്ങൾക്കും യോജിക്കുന്ന ഉത്തരങ്ങൾ താഴേക്ക് എടുത്ത് എഴുതാനാണ്. അപ്പോൾ ഇങ്ങനെ സാധാരണ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാറുണ്ട്. ഇവിടെ കൊടുത്ത ഓപ്ഷൻസുകൾ നോക്കൂ. മാലിക് അലൈഹിസ്സലാം, ഖുർആൻ, മഹ്ശർ, 4, 313 പേർ. ഇതാണ് ഓപ്ഷനുകൾ. ഇനി ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, അള്ളാഹു ഇറക്കിയ കിതാബുകൾ. അള്ളാഹു എത്ര കിതാബുകൾ ഇറക്കിയിട്ടുണ്ട്? 4 കിതാബുകളാണല്ലേ. ഇവിടെ 4 എന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ 4 എന്ന് എഴുതാം. ചോദ്യങ്ങൾ കൃത്യമായി വായിച്ചു നോക്കണം. ഓപ്ഷനുകൾ മുഴുവനും വായിച്ചു നോക്കിയതിന് ശേഷം മാത്രമേ ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ യോജിക്കുന്ന ഉത്തരം അപ്പുറത്തുണ്ടാവും. അപ്പോൾ അത് നേരെ നോക്കിയിട്ട് വേണം എഴുതാൻ. 4 കിതാബുകളെ പേരും അത് ലഭിച്ച നബിമാരുടെ പേരും പിന്നെ അതിൻ്റെ ഭാഷകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതൊക്കെ ഓർമ്മയിലുണ്ടാവണം. രണ്ടാമത്തെ ചോദ്യം, നരകം കാക്കുന്ന മലക്ക്. നരകം കാക്കുന്ന മലക്ക് ഇതിൽ ആരാണ്? മാലിക് അലൈഹിസ്സലാം. സ്വർഗം കാക്കുന്നതാണെങ്കിൽ റിളുവാൻ അലൈഹിസ്സലാം. അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. മലക്കുകളുടെ പേരും അവരുടെ ജോലികളൊക്കെ എല്ലാം പഠിച്ചു വെക്കുക. പല രീതിയിലും അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. മൂന്നാമത്തെ ചോദ്യം, ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനതക്കും മാർഗനിർദ്ദേശം. ലോകം അവസാനിക്കുന്നത് വരെയുള്ള മുഴുവൻ ജനതക്കും മാർഗനിർദ്ദേശമാണെന്ത്? ഖുർആൻ അല്ലേ. അതാണ് മൂന്നാമത്തെ എൻ്റെ ആൻസർ. അപ്പോൾ ഖുർആൻ എന്ന് നമുക്ക് മുഴുവൻ താഴേക്ക് എടുത്തെഴുതാം. പിന്നെ നാലാമത്തെ ചോദ്യം എന്താ? എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സ്ഥലം. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന് പറയുന്ന പേരാണ് മഹ്ശർ. നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ മഹ്ശറിന് ഇതാ 4ാമത്തെ ഓപ്ഷനായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. മഹ്ശർ എന്ന് എഴുതാം. ഇത് ഇങ്ങനെ ചോദിച്ചോളണമെന്നില്ല, നേരെ വേറെ രൂപത്തിലൊക്കെ പരീക്ഷയ്ക്ക് ചോദ്യം വരാം. അതേപോലെ തന്നെ വന്നോളണമെന്നില്ല. ഏകദേശം മോഡലുകളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും രൂപത്തിലൊക്കെ പല ചോദ്യങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. മഹ്ശർ എന്നാൽ എന്ത് എന്ന് ചോദിക്കുകയാണെങ്കിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സ്ഥലം അങ്ങനെ കൊടുക്കാം. അപ്പോൾ ഏത് രൂപത്തിലും വരുമ്പോൾ ആൻസർ ചെയ്താനാണ് നമ്മൾ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് പേപ്പറുകളൊക്കെ നോക്കുന്നത്. 5ാമത്തെ ചോദ്യം ഇവിടെ മുർസലുകൾ ആകെ. മുർസലുകൾ ആകെ എത്രയാണ്? 313 പേരാണ്. അപ്പോൾ ഇതാണ് 5ാമത്തെ എൻ്റെ ആൻസർ. 313 പേർ എന്ന് എഴുതാം. 313 പേർ. അപ്പോൾ നമുക്കിങ്ങനെ ആൻസർ ചെയ്യാം. രണ്ടാമത്തെ ആക്ടിവിറ്റി ഇവിടെ വന്നിട്ടുള്ളത് പൂർത്തിയാക്കാം എന്നാണ്. താഴെ 5 ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളൊക്കെ ഉത്തരമല്ല, അതിൻ്റെ അവസാന ഭാഗം നമ്മൾ എഴുതി പൂർത്തീകരിച്ചു കൊടുക്കാനാണ്. അതിലെന്താണ് ഒന്നാമത്തെ ചോദ്യം? പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യേക സൃഷ്ടികളാണ് ആര്? ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് അറിയാം. പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട പ്രത്യേക സൃഷ്ടികളാണ് ആര്? മലക്കുകൾ അല്ലേ. അപ്പോൾ മലക്കുകൾ എന്ന് എഴുതിയാൽ അതിൻ്റെ ആൻസറായി. രണ്ടാമത്തത്, പരിശുദ്ധ ഖുർആനിൽ ഒരു മാറ്റവും വരുത്താൻ ഒരാൾക്കും കഴിയുകയില്ല. അതിങ്ങനെ ഒരു പ്രാവശ്യം വായിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ 2-3 പ്രാവശ്യം കൊണ്ട് വായിച്ചു നോക്കിയാൽ അതിൻ്റെ ബാക്കി ഭാഗം നമ്മുടെ മനസ്സിലോടിയെത്തും. അതിനെന്ത് ചെയ്യണം? രാത്രികളിലൊക്കെ അല്ലെങ്കിൽ ഒഴിവ് സമയങ്ങളിലൊക്കെ പുസ്തകം നന്നായിട്ട് വായിക്കണം. വെറും ക്വസ്റ്റ്യൻ ആൻസർ മാത്രം നോക്കിയാൽ പോരാ. പുസ്തകം പാഠഭാഗം നല്ലവണ്ണം വായിച്ചാൽ ഇതിൻ്റെ ആൻസറുകളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് കിട്ടും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? നിയമാനുസൃതം അല്ലാതെ ഖുർആൻ ഓതാൻ. എന്താണ്? നിയമാനുസൃതമല്ലാതെ ഖുർആൻ ഓതാനും പാടില്ല എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇവിടെ ഓതാൻ എന്നാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, പാടില്ല എന്നാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. പാടില്ല, നിയമാനുസൃതമല്ലാതെ ഖുർആൻ ഓതാൻ പാടില്ല എന്നും പറയാം, ഓതാനും പാടില്ല എന്നൊക്കെ പറയാം.
അപ്പോൾ അതങ്ങനെ പൂർത്തിയാക്കാം. നാലാമത്തത്, നുബുവത്തിന് മുമ്പും ശേഷവും പ്രവാചകന്മാരിൽ നിന്ന് ഒരു തെറ്റും, നുബുവത്തിന് മുമ്പാണെങ്കിലും ശേഷമാണെങ്കിലും പ്രവാചകന്മാരിൽ നിന്ന് ഒരു തെറ്റും സംഭവിക്കുന്നതല്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതങ്ങനെ എഴുതാം, സംഭവിക്കുന്നതല്ല. നുബുവത്തിന് മുമ്പും ശേഷവും പ്രവാചകന്മാരിൽ നിന്നൊരു തെറ്റും സംഭവിക്കുന്നതല്ല. അപ്പോൾ അതും പൂർത്തിയായി. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ നമുക്കിങ്ങനെ പൂർത്തീകരിക്കാം. മൂന്നാമത്തെ ആക്ടിവിറ്റി പട്ടിക പൂർത്തിയാക്കാം എന്ന് പറയാം. പട്ടിക പൂർത്തിയാക്കാം. ഇവിടെ ഒരു പട്ടിക ഉണ്ട്. ഇതിങ്ങനെ നോക്കിയാൽ മനസ്സിലാവും. മലക്കുകളുടെ പേരുണ്ട് ആദ്യ ഭാഗത്ത്, പിന്നെ രണ്ടാമത്തെ ഭാഗത്ത് അവരുടെ ജോലിയാണുള്ളത്. പക്ഷേ ചില ഇത് ഇവിടെ വിട്ടുപോയിട്ടുണ്ട്, അതാണ് നമ്മൾ ചേർക്കേണ്ടത്. ഇതിൽ ഒന്നാമത്തത് മുൻകർ നക്കീർ അലൈഹിമസ്സലാം. മുൻകർ നക്കീർ അലൈഹിമസ്സലാം അവരെ ജോലിയാണ് ഇനി ഇപ്പുറത്ത് എഴുതേണ്ടത്. എന്താണ് അവരെ ചുമതലകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചല്ലോ, ഖബറിൽ വെച്ച് ചോദ്യം ചെയ്യലാണ് അല്ലേ. അപ്പോൾ അങ്ങനെ എഴുതാം, ഖബറിൽ വെച്ച് ചോദ്യം ചെയ്യൽ. രണ്ടാമത്തത് മലക്കിൻ്റെ പേര് ഇവിടെ ഇല്ല, വിട്ടുപോയിട്ടുണ്ട്. എന്നാൽ ജോലി ഇവിടെ കൊടുത്തേക്കണം. എന്താണ് ജോലി? എന്താ? നന്മ തിന്മകൾ എഴുതൽ. അപ്പോൾ നന്മ തിന്മകൾ എഴുതുന്ന മലക്കുകളുടെ പേരെന്താണ്? റഖീബ് അതീദ് അലൈഹിമസ്സലാം എന്നാണ് അല്ലേ. അപ്പോൾ റഖീബ് അതീദ് അലൈഹിമസ്സലാം, റഖീബ് അതീദ് അലൈഹിമസ്സലാം എന്ന് എഴുതാം. മൂന്നാമത്തെ മലക്കിൻ്റെ പേര് ഇസ്രാഫിൽ അലൈഹിസ്സലാം എന്നിവിടെ ഉണ്ട്. ഇസ്രാഫിൽ അലൈഹിസ്സലാം എന്നുണ്ട്. ഇനി ആ മലക്കിൻ്റെ ജോലി എഴുതണം. എന്താണ് ഇസ്രാഫിൽ അലൈഹിസ്സലാമിൻ്റെ ജോലി? സൂർ എന്ന കാഹളത്തിൽ ഊതലാണ്. അപ്പോൾ അങ്ങനെ എഴുതാം, സൂർ എന്ന കാഹളത്തിൽ ഊതൽ എന്നോ, അല്ലെങ്കിൽ നിങ്ങൾ പുസ്തകത്തിലുള്ള പോലെ സൂർ എന്ന കാഹളത്തിൽ ഊതുന്നവർ എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. നാലാമത്തതിൽ ഇവിടെ ഈ മലക്കിൻ്റെ പേര് ഇവിടെ ഇല്ല, എന്നാൽ ജോലി ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്വർഗം കാക്കലാണ്. സ്വർഗം കാക്കുന്ന മലക്കിൻ്റെ പേര് നമ്മൾ നരകം കാക്കുന്ന മലക്ക് നേരത്തെ പറഞ്ഞു, അപ്പോൾ അതിൻ്റെ കൂടെ പറഞ്ഞിരുന്നു. സ്വർഗം കാക്കുന്ന മലക്കിൻ്റെ പേര് റിളുവാൻ അലൈഹിസ്സലാം എന്നാണ് അല്ലേ. ഇപ്പോൾ റിളുവാൻ അലൈഹിസ്സലാം എന്നിവിടെ എഴുതാം. മലക്കുകളുടെ പേരുകളും അവരുടെ ജോലിയൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. ഇനി അടുത്ത ആക്ടിവിറ്റി നാലാമത്തത് ഉത്തരം എഴുതാം എന്നാണ്. ഇവിടെ താഴെ 4-5 ചോദ്യങ്ങളുണ്ട്, അതിൻ്റെ ഉത്തരം എഴുതി കൊടുക്കാനാണ്. അതിലൊന്നാമത്തെ ചോദ്യം, പരലോകത്ത് അള്ളാഹു തയ്യാറാക്കി വെച്ച 2 ഭവനങ്ങൾ ഏതെല്ലാം? പരലോകത്ത് അള്ളാഹു നമുക്കായി തയ്യാറാക്കി വെച്ച 2 ഭവനങ്ങൾ ഏതാണ്? സ്വർഗവും നരകവുമാണ് അല്ലേ. സ്വർഗം നരകം എന്ന് എഴുതാം, അല്ലെങ്കിൽ സ്വർഗവും നരകവും എന്ന് എഴുതാം. അപ്പോൾ സ്വർഗവും നരകവുമാണ് പരലോകത്ത് അള്ളാഹു നമുക്ക് തയ്യാറാക്കി വെച്ച ഭവനങ്ങൾ. രണ്ടാമത്തത് നന്മ കൂടിയവർക്ക് ലഭിക്കുന്നത് എന്ത്? നന്മ കൂടുതലായി ചെയ്താൽ അവർക്ക് ലഭിക്കുന്നത് എന്താണ്? അത് സ്വർഗ്ഗമാണ്. ഇനി തിന്മയാണെങ്കിൽ തിന്മ കൂടിയവർക്ക് ലഭിക്കുന്നത് നരകമാണ്. അത് രണ്ടും മനസ്സിലാക്കുക. നാലാമത്തത് നബിയുടെ വരവിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി ആരെല്ലാം? അവസാനത്തെ ഒരു പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അങ്ങനത്തെ ഒരു പ്രവാചകൻ, അദ്ദേഹത്തിൻ്റെ ആ പ്രവാചകൻ്റെ വരവിനെ മുന്നറിയിപ്പ് നൽകിയത് ആരൊക്കെയാണ്? മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരെല്ലാവരും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എഴുതാം, മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരെല്ലാം. അഞ്ചാമത്തത് പ്രവാചകന്മാർ ആരാകുന്നു? ആരാണ് പ്രവാചകന്മാർ? ആരാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിൻ്റെ നിയമങ്ങൾ വഹി മുഖേന അറിയിക്കപ്പെട്ട സ്വതന്ത്രരായ പുരുഷന്മാരാണ് ആര്? പ്രവാചകന്മാർ. അപ്പം അങ്ങനെ എഴുതാം. എങ്ങനെ എഴുതാം? അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിൻ്റെ നിയമങ്ങൾ വഹി മുഖേന അറിയിക്കപ്പെട്ട സ്വതന്ത്രരായ പുരുഷന്മാരാണ് എന്നോ, അല്ലെങ്കിൽ സ്വതന്ത്രരായ പുരുഷന്മാർ എന്നൊക്കെ എഴുതാം. അപ്പോൾ അതിൻ്റെ ആൻസറായി. ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കാം എന്നാണ് അല്ലേ. 2 ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട്, 3 ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട്, നമ്മൾ പൂരിപ്പിച്ചു കൊടുക്കുക. ഒന്നാമത്തത് ഇന്നാ നഹ്നു, ഒരു ആയത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇന്നാ നഹ്നു ഡാഷ് അദ്ദിക്ര വ ഇന്നാ ലഹു ഡാഷ് എന്നാണ്. ഖുർആനുമായി ബന്ധപ്പെട്ട് അള്ളാഹു തആല പറഞ്ഞതാണ്. ഇന്നാ നഹ്നു നസ്സൽന എന്നാണ് ഇവിടെ ചേർക്കേണ്ടത്. നസ്സൽന ദിക്ര വ ഇന്നാ ലഹു കഴിഞ്ഞിട്ട് ലഹാഫിളൂൻ എന്നാണ് ചേർക്കേണ്ടത്. ലഹാഫിളൂൻ. അപ്പോൾ എങ്ങനെയായി? ഇന്നാ നഹ്നു നസ്സൽന ദിക്ര വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്നായി.
ഇങ്ങനെ ആയത്തെ ഹദീസുകളൊക്കെ വരുമ്പോൾ അർത്ഥം കൂടി ഒന്ന് മനസ്സിലാക്കുക. ചിലപ്പം ഇവിടെ പൂരിപ്പിക്കാൻ വന്നു വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് അർത്ഥം എഴുതാനൊക്കെ വരികയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എഴുതാം. എന്താണ്? തീർച്ചയായും നാം ആണ് ഖുർആനിനെ ഇറക്കിയത്, നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും. അതാണ് അതിൻ്റെ അർത്ഥം. അത് മനസ്സിലാക്കുക. രണ്ടാമത്തെ ചോദ്യം ഇവിടെ എന്താ? മഹ്ഷർ ഡാഷ് സിറാത്ത് ഡാഷ് നരകം മുതലായവയിലെല്ലാം നാം ഡാഷ് എന്നാണ്. ഇവിടെ നമ്മൾ പാഠഭാഗത്തിൽ മഹ്ഷറിൻ്റെ മുമ്പ് ഖബർ ജീവിതം എന്നും കൂടി ഉണ്ട്, അതിവിടെ കൊടുത്തിട്ടില്ല. എന്തായാലും ഖബർ ജീവിതം, അതേപോലെ മഹ്ഷർ, പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണുള്ളത്? അത് കഴിഞ്ഞിട്ടുള്ളതാണ് പൂരിപ്പിക്കാനുള്ളത്. മീസാനാണ്, മീസാൻ. പിന്നെ സിറാത്ത് ഇവിടെ ഉണ്ട്, സിറാത്ത് കഴിഞ്ഞിട്ട് പിന്നെ സ്വർഗം, നരകപ്പുറത്തുണ്ട്, സ്വർഗം, നരകം മുതലായവയിലെല്ലാം നാം എന്ത് ചെയ്യണം? വിശ്വസിക്കണം എന്നാണ്. വിശ്വസിക്കണം. അപ്പോൾ അതെങ്ങനെ വായിക്കാം? മഹ്ഷർ, മീസാൻ, തുടക്കത്തിലുള്ളത് നോക്കുകയാണെങ്കിൽ ഖബർ ജീവിതം, മഹ്ഷർ, മീസാൻ, സിറാത്ത്, സ്വർഗം, നരകം മുതലായവയിലെല്ലാം നാം വിശ്വസിക്കണം. ഇത് ചോദ്യമായിട്ടൊക്കെ വരാം. നാം വിശ്വസിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ, എന്തിലെല്ലാം നാം വിശ്വസിക്കണം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം. ഖബർ ജീവിതം, മഹ്ഷർ, മീസാൻ, സിറാത്ത്, സ്വർഗം, നരകം, അങ്ങനെയൊക്കെ എഴുതാം. ഇനി മൂന്നാമത്തേത് ഖബർ ഒന്നുകിൽ സ്വർഗത്തോപ്പായിരിക്കും എന്നാണ് അല്ലേ, അല്ലെങ്കിൽ നരകക്കുണ്ടായിരിക്കും എന്നാണ്. ഖബർ ഒന്നുകിൽ സ്വർഗത്തോപ്പായിരിക്കും, അല്ലെങ്കിൽ നരകക്കുണ്ടായിരിക്കും. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി. ഇനി ആറാമത്തെ ആക്ടിവിറ്റി അർത്ഥം എഴുതാം എന്നാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഇത് ഇവിടെ അർത്ഥം എഴുതാനാണ് വന്നത്, പൂരിപ്പിക്കാൻ വരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ മറ്റേ യോജിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗത്ത് വമാ അർസൽനാക ഇല്ലാന്ന് റഹ്മത്തൽ ലിൽ ആലമീൻ അപ്പുറത്തൊക്കെ, അങ്ങനെ ഏത് രൂപത്തിലും വരാം, ഏത് രൂപത്തിലും നമ്മൾ പ്രതീക്ഷിക്കണം. ഇവിടെ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്താണ് അർത്ഥം? സർവ്വലോകത്തിനും അനുഗ്രഹമായിട്ടല്ലാതെ താങ്കളെ നാം അയച്ചിട്ടില്ല. സർവ്വലോകത്തിനും അനുഗ്രഹമായിട്ടല്ലാതെ താങ്കളെ നാം അയച്ചിട്ടില്ല, അങ്ങനെ അർത്ഥം എഴുതാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ മദ്രസ പഠനത്തിന് എന്നും ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. പരീക്ഷാ സംബന്ധമായ എല്ലാ വീഡിയോകളുടെയും പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താം. നാഥൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.